Hi friends! അപ്പോൾ ഇന്ന് ഞാൻ ചെയ്തു കാണിക്കുന്നത് ഒരു അടിപൊളി ക്യാരറ്റ് കേക്കാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് കേക്കാണ് കേട്ടോ അത്. അപ്പോൾ ഇതിന് മുന്നേ നമ്മളൊരു ക്യാരറ്റ് കേക്കിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, മിക്സിയിൽ ചെയ്യുന്നത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1.5 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം. പിന്നെ 3 മുട്ട വെച്ചിട്ടാണ് കേട്ടോ ഞാനത് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നൈസായിട്ടാണ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ ഗ്രേറ്ററൊന്നും കയ്യിലില്ല എന്നുണ്ടെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് പൾസ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇനി നമുക്ക് 3 മുട്ട, അത് റൂം ടെമ്പറേച്ചറിലുള്ളതാണ്. ഇത് ഞാനൊരു ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടിയിട്ട് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. സാധാരണ നമ്മൾ നോർമൽ ടീ കേക്കിലൊക്കെ കാണിച്ച അതേപോലെ തന്നെയാണ് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, വളരെ കുറവ് ഇട്ടാൽ മതി. നമ്മൾ ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും കൂടിയിട്ടാണ് ഈ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. അത്യാവശ്യം ആ ഒരു കളറൊക്കെ ചേഞ്ച് ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു കേക്ക് 1 കപ്പ് മൈദ അളവിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ പഞ്ചസാരയും 1 കപ്പ് അളവ് എടുക്കുക. അപ്പോൾ ഞാൻ 1 കപ്പിനാട്ടിയും കുറച്ച് താഴെയാണ് എടുത്തിട്ടുള്ളത്. നല്ല മധുരത്തിലൊക്കെ കേക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ 1 കപ്പ് ഫുള്ളായിട്ട് എടുക്കാം കേട്ടോ. പൊടിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള അളവാണ് പറയുന്നത്. ഇനി ഇത് ബാച്ചായിട്ട് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്ലഫി ആക്കിയിട്ട് എടുക്കണം. ആ ഒരു യെല്ലോയിഷ് കളറൊക്കെ ഒന്ന് ഫെയ്ഡായിട്ടൊരു വൈറ്റ് കളറായിട്ട് മാറുന്ന വരെ നമ്മൾ ബീറ്റ് ചെയ്യാം. ഇനി നമ്മൾക്കൊരു 1/4 കപ്പ് അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. ഇനി നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ മൈദ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ബാറ്ററിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ താഴത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഞാനിപ്പം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് വാൾനട്ടും കൂടി ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് ഇടയിൽ കടിക്കാനൊക്കെ കിട്ടുമ്പോൾ. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് സീവ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ 1 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 1 കപ്പിൽ നിന്ന് 1 ടീസ്പൂൺ അളവിലെടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിന് പകരം ഞാൻ ഇടുന്നത് കോൺഫ്ലോർ ആണ്. ആ ഒരു നല്ലൊരു ടെക്സ്ചർ കിട്ടാനായിട്ടാണ് നമ്മൾ കോൺഫ്ലോർ ആഡ് ചെയ്യുന്നത്. മുന്നിട്ടിട്ടുള്ള കേക്കിൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറുമാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് സീവ് ചെയ്തിട്ടെടുക്കാം. ചെയ്തതിന് ശേഷം നമ്മളൊരു വിസ്ക് വെച്ചിട്ട് ഈ പൊടി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ പൗഡറുകളൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ എത്താൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടെടുക്കുന്നത്. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ബാച്ചായിട്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കാം. ഒന്നില്ലെങ്കിൽ സ്പാച്ചില വെച്ചിട്ട് ഫോൾഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഹാൻഡ് ബീറ്ററിൽ സ്പീഡ് 1 വെച്ചിട്ട് നമുക്ക് പതുക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. 3 ടൈംസ് ആയിട്ടാണ് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് വെറ്റ് ഇൻഗ്രീഡിയൻസിൽ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നത്. എന്നാൽ മാത്രമാണ് നമുക്ക് കട്ടയൊന്നും ഇല്ലാണ്ട് നല്ല ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസി കിട്ടുള്ളൂ. ഇതുപോലെ പതുക്കെ ആഡ് ചെയ്തിട്ട് സ്പാച്ചുല വെച്ചിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റും അതുപോലെ നട്ട്സും കൂടിയിട്ട് ക്രഷ് ചെയ്തിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ട് സ്പാച്ചിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഫോൾഡാക്കി എടുക്കുക. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ മൈദ നമ്മൾ അരിച്ച് വെച്ചതൊന്ന് മാറ്റി വയ്ക്കണം. അത് നമ്മൾ ഫൈനലി ആണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഇങ്ങനെ ഇതേപോലെ മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ നല്ലപോലെ മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ ഒരു 2 ടേബിൾ സ്പൂണും കൂടി ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ നേരിയ ചൂടിലുള്ള 1 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയ ചൂട് മതി കേട്ടോ, പൊള്ളുന്ന ചൂടൊന്നും പാടില്ല. ചെറിയ ചൂടിൽ ഒരു നേരിയ ചൂടിലുള്ള പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബീറ്റർ ഒരു സ്പീഡ് 1-ലിട്ടിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമ്മളുടെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പം ബേക്ക് ചെയ്തിട്ടെടുക്കുന്നത് 7 ഇഞ്ച് ഉള്ള പാനിലാണ്. അപ്പോൾ അത് ഓൾറെഡി ഞാൻ ഓയിലൊക്കെ ബ്രഷ് ചെയ്തിട്ട് ബേക്കിംഗ് ഷീറ്റും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മളുടെ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് വെക്കാനായിട്ട് കേട്ടോ.
നമ്മൾ ഈ പാനിൽ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കറിലോ അതല്ലാന്നുണ്ടെങ്കിൽ സോസ് പാനിലോ ചെയ്തിട്ടെടുക്കാവുന്നതാണ്, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പാൻ. അതിലേക്ക് ഒരു ഗ്രില്ല് വെച്ചിട്ട് അതിൻ്റെ മേലിലാണ് കേട്ടോ പാൻ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ബേക്ക് ചെയ്തിട്ടെടുക്കാം. ആദ്യത്തെ ഒരു 2-3 മിനിറ്റ് ഞാൻ കുറച്ചധികം ഫ്ലെയിം കൂട്ടി വയ്ക്കും. അതിന് ശേഷമാണ് സിമ്മിലേക്ക് ഇട്ടിട്ട് ബേക്ക് ചെയ്തിട്ടെടുക്കണത് കേട്ടോ. ഓരോരുത്തരുടെ സ്റ്റൗവിൻ്റെ ചൂടിനനുസരിച്ച് ബേക്കിംഗ് ടൈമിൽ ചെറിയ വേരിയേഷൻ വരും. അപ്പോൾ എനിക്കിത് 45 മിനിറ്റ്സ് എടുത്തിട്ടാണ് ഞാൻ ബേക്ക് ചെയ്തിട്ടെടുത്തിട്ടുള്ളത്. നമുക്ക് ഒന്ന് ചൂടാറിയതിന് ശേഷം ബേക്കിംഗ് ഷീറ്റൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. പിറ്റേ ദിവസത്തേക്കാണെങ്കിലും ഇത് നമുക്ക് നല്ല പുറത്ത് വെച്ചാൽ മതി, ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്നൊന്നുമില്ല. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. പിന്നെ ആ നട്ട്സൊക്കെ ഉള്ളത് കാരണം കൊണ്ട് ഇടയിൽ കടിക്കാനും കിട്ടുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ മിക്സിയിൽ ഉണ്ടാക്കുന്ന ക്യാരറ്റ് കേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.